അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയാണല്ലേ? നമ്മുടെ 22ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. എല്ലാവരും തുറന്നോ? നിങ്ങളുടെ പ്രിയ കൂട്ടുകാരനായ ചങ്ങാതിയായ റമദാൻ ചങ്ങാതി എല്ലാവരും തുറന്നു വെച്ചോ? 22ാമത്തെ പാഠമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ ഉള്ളത്? മൊഴിമുത്തുകളാണ് അല്ലേ? ഒരാൾ അവന് അറിയാതെ, നോമ്പുകാരനാണ്, അവനറിയാതെ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, പ്രശ്നമുണ്ടോ? നോമ്പ് മുറിയോ? അതിനുള്ള ഉത്തരം നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നസിയ വഹുവ സായിമുൻ ഫഅകല വശരിബ ഫല്യതിമ്മ സൗമഹു ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ നോമ്പുകാരനായിരിക്കെ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുപോയി, വെള്ളം കുടിച്ചുപോയി, അങ്ങനെയാണെങ്കിൽ അവൻ്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ. അവനെ അള്ളാഹുവാണ് ഭക്ഷിപ്പിച്ചതും വെള്ളം കുടിപ്പിച്ചതും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു പോയി. നമ്മൾ ഫ്രൂട്ട്സ് ഇങ്ങനെ കണ്ടു, വീട്ടിൽ ഉമ്മ വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, വീട്ടിൽ ആരുമില്ല, നമ്മൾ ഫ്രൂട്ട്സ് കണ്ടു, നമ്മൾ അറിഞ്ഞുകൊണ്ട് കഴിച്ചാൽ നോമ്പ് മുറിഞ്ഞു, വെറുതെ പട്ടിണി കിടക്കുന്ന പോലെ ആവും. അപ്പോൾ നമ്മൾ നോമ്പുള്ളതൊക്കെ മറന്നുപോയി. നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ ആപ്പിൾ കണ്ടപ്പോൾ ഒരാപ്പിളൊക്കെ മുറിച്ച് നമ്മളിങ്ങനെ തിന്നു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓർമ്മ വരുന്നത്, പടച്ചോനെ, ഇന്ന് നോമ്പുള്ള ദിവസമല്ലേ, നോമ്പുണ്ടായിരുന്നു, ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ പേടിക്കൊന്നും വേണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കുക. നിങ്ങൾ അറിയാതല്ല കഴിച്ചത്, അതുകൊണ്ട് നോമ്പ് പൂർത്തിയാക്കുക. നിങ്ങളെ ഭക്ഷിപ്പിച്ചത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിന് നമ്മെ അങ്ങേയറ്റം ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ അള്ളാഹു നമ്മളെ ഭക്ഷിപ്പിച്ചതാണ്. അതുകൊണ്ട് നീ നോമ്പ് മുറിക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? അറിയാതെ ചെയ്തു പോയി, അറിയാതെ വെള്ളം കുടിച്ചു പോയി, അറിയാതെ ഭക്ഷണം കഴിച്ചു പോയി, പ്രശ്നമൊന്നുമില്ല, പേടിക്കണ്ട, അവരുടെ നോമ്പ് മുറിയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നത്. ഒരു കുട്ടിയുണ്ട്, ഈ ഒരു കാര്യം ഒരു മദ്രസയിൽ അങ്ങനെ എടുത്തപ്പോൾ ഒരു കുട്ടി വിചാരിച്ചെന്തെന്നറിയോ? ഇങ്ങനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്, ഞാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല എന്നാണ് ഓൻ വിചാരിച്ചത്. എന്നിട്ട് ഇങ്ങനെ ഓൻ വെള്ളം കുടിക്കണം. അതിൽ ഞാൻ പറഞ്ഞു, നിനക്ക് നോമ്പില്ല, നീ എന്തിനാണ് വെള്ളം കുടിക്കുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ അറിയാതെയാണ് കുടിക്കണതെന്ന് പറഞ്ഞിട്ട്, മറന്നിട്ടാണ് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുടിക്കുകയാണ്, പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല. അങ്ങനെ കുടിച്ചാൽ അവൻ്റെ നോമ്പ് മുറിയും എന്നുള്ളതാണ്. അറിയാതെ ആണെങ്കിൽ പ്രശ്നമില്ല എന്നാണ് ഇന്നത്തെ പാഠത്തിലൂടെ നാം പഠിച്ചത്. അൽഹംദുലില്ലാഹ്, ഒരു കാര്യം പഠിച്ചില്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്ക്. എല്ലാവരും അൽഹംദുലില്ലാഹ് പറ കമൻറ്റിൽ. അൽഹംദുലില്ലാഹ്, നല്ല കുട്ടികളാണ് അല്ലേ?
എല്ലാവരും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോഴും സങ്കടം ഉണ്ടാകുമ്പോഴും എപ്പോഴും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അള്ളാഹു ഇപ്പം നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു, പക്ഷേ അതിൻ്റെ പിന്നിൽ അള്ളാഹു ഒരു നന്മ നമുക്ക് നമ്മളിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അത് നമുക്കിപ്പോൾ അറിയില്ല, പിന്നെ ആയിരിക്കും മനസ്സിലാക്കുക, ഓ അന്ന് ഈ കാര്യം കിട്ടാത്തത് നന്നായി, ഇപ്പം അതിനേക്കാൾ വലുത് കിട്ടിയല്ലോ എന്നെല്ലാം നമ്മൾ പിന്നെയാണ് ചിന്തിക്കുക. അപ്പം അള്ളാഹു നമുക്കെല്ലാം നല്ലതേ തരുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, അഥവാ ഇപ്പം നല്ല നമ്മൾ പഠിച്ചു അല്ലേ, അപ്പോഴെല്ലാം അള്ളാഹുവിനെ നിരന്തരമായി സ്തുതിക്കുക. അങ്ങനെ സ്തുതിക്കുന്നവരാണ് നല്ല കുട്ടികൾ. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളല്ലേ? അല്ലേ? എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ ഞാൻ എന്ത് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കമൻ്റ് ഇടാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഇക്കാക്കമാരോടോ ഇത്താത്തമാരോടോ ഉമ്മാനോടോ ഉപ്പാനോടോ ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെ ഇന്ന് നമസ്കരിച്ച ഓരോ കുട്ടികൾ, ആദ്യത്തെ സുബഹ് നമസ്കരിച്ച കുട്ടികൾ കളർ കൊടുത്തോ? എല്ലാവരും നമസ്കരിച്ചിട്ടുണ്ട് അല്ലേ? ജമാഅത്തായി തന്നെ ആൺകുട്ടികൾ നമസ്കരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, പള്ളിയിൽ പോയിട്ട് തന്നെ നമസ്കരിച്ചിട്ടുണ്ട് ആൺകുട്ടികൾ അല്ലേ? മാഷാ അല്ലാഹ്. അല്ലാത്തവർ കുറേ കുട്ടികൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ സുബഹിക്ക് പള്ളിയിൽ പോയി നമസ്കരിച്ച കുട്ടികളുണ്ട്, അല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട്. ഏതായാലും നമസ്കരിച്ച കുട്ടികൾ കളർ കൊടുക്കാൻ മറന്നിട്ടില്ലല്ലോ? എല്ലാവരും കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അൽഹംദുലില്ലാ. അതേപോലെ ദിക്റുകളെല്ലാം പറയുന്നില്ല, ഇന്നലെ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ആരും മറക്കാതെ, ചില കുട്ടികളൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മറ്റേ കളർ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നല്ല ഓർമ്മയോടുകൂടി പ്രാർത്ഥിക്കുക, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളെല്ലാം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നല്ല കുട്ടികളായി മാറുക. ഇനി ഇന്നത്തെ ചോദ്യം എന്താണ്? ഇന്നത്തെ ചോദ്യം, സയ്യിദുൽ ഖുറാ എന്ന സ്ഥാനപ്പേര് ലഭിച്ച സ്വഹാബി ആരാണ്? ആരായിരിക്കും? ഉബയ്യ് ഇബ്നു കഅബാണ് കേട്ടോ. ഉത്തരം ഉബയ്യ് ഇബ്നു കഅബാണ്. അറബിയിൽ ഉത്തരം എഴുതാൻ അറിയുന്നവർ അറബിയിൽ തന്നെ എഴുതുക, അല്ലാത്തവർ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതുക. അറിയാത്തവർ അവർക്ക് അടുത്ത് ഇക്കാക്കമാരോ ഇത്താത്തമാരോ ഒക്കെ ഉണ്ടെങ്കിൽ, മുതിർന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഉത്തരം എഴുതുക. ഉത്തരം എഴുതിയോ? ഞാൻ ഒരു കുറച്ച് നേരം കാത്തിക്കാം, പെട്ടെന്ന് ഉത്തരം എഴുതിക്കോളില്ലാവരും. എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ. ഇനി ഈ സ്വഹാബി ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉബയ്യ് ഇബ്നു കഅബിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ? പുഞ്ചിരി എപ്പോഴും മുഖത്ത് കീപ്പ് ചെയ്യുന്നില്ല നിങ്ങൾ? നല്ല കുട്ടികളാണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ അതല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ. അങ്ങനെ പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് ഉബയ്യ് ഇബ്നു കഅബ്, ശ്രദ്ധിക്കണം, ഉബയ്യ് ഇബ്നു കഅബ് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് ഖുർആൻ ഓതിത്തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് ചോദിച്ചു, എൻ്റെ പേര് അള്ളാഹു പറഞ്ഞു എന്ന് ചോദിച്ചു. പ്രവാചകൻ അതേന്ന് പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബിന് വല്ലാത്ത സന്തോഷമായി, അദ്ദേഹം സന്തോഷത്താൽ കരഞ്ഞുപോയി. അപ്പോൾ ആ സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ്. അദ്ദേഹം സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യും. നിങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. ആർക്കെങ്കിലും എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? മത്സരത്തിൽ ഖുർആൻ പാരായണത്തിൽ എന്തെങ്കിലും ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടിയവരുണ്ടോ? കമൻറ്റ് ചെയ്തോളി നിങ്ങളെ പേരും
അതേപോലെ എത്രാമത്തെ സ്ഥാനമാണ് കിട്ടിയത് എന്നൊക്കെ കമൻറ്റ് ചെയ്തോളി കേട്ടോ. ഇൻഷാ അല്ലാഹ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്, അതെല്ലാം കമൻറ്റ് ചെയ്തോളി കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല കുട്ടികളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇന്നത്തെ കാര്യം ഇന്ന് പഠിച്ചത് കൃത്യമായി മനസ്സിലാക്കുക. അതേപോലെ ഈ ഒരു കാര്യം, ഈ ഉത്തരം ഹിഫ്ളാക്കി വെക്കുക. ഇനിയും ഒരുപാട് ക്വിസുകളെല്ലാം വരുമ്പോൾ ഈ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പം അതിനൊക്കെ അടിപൊളിയായി ഉഷാറായി ഉത്തരം പറയുക, നല്ല കുട്ടികളായി മാറുക. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.